കേരള തമിഴ്നാട് അതിർത്തിയിൽ ക്രഷർ ഉടമയെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. കാറിനുള്ളിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിലാണ് ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട് പോലീസിന്റെ പട്രോളിംഗിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാറിനുള്ളിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നതായും കുടുംബം പോലീസിനോട് പറഞ്ഞു. അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, സ്വാഭാവികമായ ഒരു സംഭവം, കൊലപാതകം എന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഏതോ ഈ പോലീസ് പറയുന്നതിനനുസരിച്ച് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാറിനുള്ളിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിലായിരുന്നു മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. തമിഴ്നാട് പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്തുന്നതിനിടെ ഇന്നലെ രാത്രി ഒരു 11:30 സംഭവം നടക്കുന്നത്. ഈ പട്രോളിംഗ് നടത്തുന്നതിനിടെ റോഡരികിലായിട്ട് ഒരു വണ്ടി പുറകുവശത്തെ ഡിക്കി ഉൾപ്പെടെ തുറന്നു കിടക്കുകയും 4 ഇൻഡിക്കേറ്ററും ഇട്ട നിലയിലുമാണ് കണ്ടത്. സംശയാസ്പദമായി വാഹനത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ഈ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ തന്നെ ഏകദേശം 70% കഴുത്ത് അറുത്ത നിലയിലാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് കുടുംബം വ്യക്തമാക്കുന്നത് കാറിനുള്ളിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. മരിച്ചത് കളിക്കവിള ഒറ്റമരത്താണ് യുവാവിനെ ഇത്തരത്തിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ നമ്മുടെ മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള എസ് ദീപു ആണ് മരണപ്പെട്ടത് എന്നാണ് നിലവിൽ കളിക്കവിള പോലീസ്. അന്വേഷണം ഏത് തരത്തിലാണ്? ആരെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും ടീമിനെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം പോകുന്നുണ്ടോ? സേതു, നിലവിൽ ഇപ്പോൾ ആരും സംശയാസ്പദമായിട്ട് പോലീസിന്റെ മുന്നിൽ ആരും തന്നെ ഇല്ല. നിലവിൽ ഇദ്ദേഹം വീട്ടുകാരോടൊക്കെ പറഞ്ഞ് കൃത്യമായി, അതായത് ഈ സംഭവം നടക്കുന്നത് എത്രയോ മണിക്കൂർ മുമ്പ് വീട്ടുകാരെ ഇദ്ദേഹം ഫോണിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 1 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. നിലവിൽ ആരെയും സംശയത്തക്ക വിധത്തിൽ ഇല്ല എന്നാണ് പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത്. എന്തായാലും നടന്നിട്ടുള്ളത് ക്രൂര കൊലപാതകമാണെന്നുള്ളത് ഈ വീട്ടുകാരെങ്കിലും കുറിച്ച് സംശയം പറയുന്നുണ്ടോ അഞ്ജു? വീട്ടുകാർ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇദ്ദേഹം എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നോ, ആരിൽ നിന്നെങ്കിലും ഭീഷണി നേരിടുന്നതായോ, വീട്ടുകാരോട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇദ്ദേഹം പങ്കുവച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സേതു, നിലവിൽ വീട്ടുകാർ ആരുടെയും പേരുകൾ പറയാനോ ആരും സംശയത്തിന്റെ നേരിലുണ്ടെന്നോ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇത്തരത്തിൽ, അതായത് ക്രഷർ ഉടമയാണ്, വലിയ തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ പലരുമായിട്ടുണ്ട്. ഇത്തരത്തിൽ പണം പലയിടങ്ങളിൽ കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിൽ 11:30 ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന ഞെട്ടിൽ തന്നെയാണ് കുടുംബമുള്ളത്. നിലവിൽ ആരും എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ പെരുമാറുന്നതും അത്ര വലിയ ശത്രുക്കളൊന്നും ഇല്ലെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. സംശയാസ്പദമായിട്ട് നിലയിൽ ആരും തന്നെ ഇല്ലെന്നാണ് പോലീസിനോട് കുടുംബം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കളിക്കവിള പോലീസാണ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം കന്യാകുമാരി റോഡിലാണ്, ഈ കേരള തമിഴ്നാട് അതിർത്തിയോട് ഉള്ള ഭാഗത്താണ്, ഒറ്റമരത്താണ് ഈ സംഭവം കഴിഞ്ഞ ദിവസം രാത്രി നടന്നത്. മഹീന്ദ്ര SUV കാറായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാറിലായിരുന്നു അദ്ദേഹത്തെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ശരി അഞ്ജു, കേരള തമിഴ്നാട് അതിർത്തിയിൽ ക്രഷർ ഉടമയെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് സ്വദേശിയായി ദീപുവാണ് കൊല്ലപ്പെട്ടത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ആരെയും സംശയമില്ല. പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.